ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്കൊരു 1-on-1 എന്നുള്ളതിനപ്പുറം കൂട്ടായ രീതിയിൽ നമുക്ക് ചർച്ച ചെയ്യാം. സോ വെൽക്കമിങ് ദ ക്വസ്റ്റ്യൻസ്. എന്താണെങ്കിലും നമുക്ക് സംസാരിക്കാം, ചോദിക്കാം, പറയാം. ഫസ്റ്റ് സീൻ എന്താ കാണിക്കുന്നത് ഫസ്റ്റ് സീൻ തന്നെ കാണിക്കുന്നത് ഒരു പേപ്പർ ഗ്ലാസും പിന്നെ അതുപോലെ രീതിയിലുള്ള ഗ്ലാസും സിനിമ സെറ്റിൽ കാണിക്കുന്നുണ്ട്. അത് സിനിമ സെറ്റിലെ ഹൈറാർക്കി എടുത്ത് കാണിക്കാൻ വേണ്ടി ചെയ്തതാണോ എന്നുള്ളതാണ് ചോദ്യം. ആദ്യം തന്നെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ അത് നടക്കാനായിട്ടുള്ള ത്രാണി എനിക്കില്ല. അതിന്റെ വ്യക്തതയുള്ള ആളോട് കൊടുക്കുകയാണ്. കമൺ ഷാഹി. തീർച്ചയായിട്ടും നമ്മളോട് പറയുന്നതാണ്, നമ്മൾ സിനിമയെ സക്സസ് ആണെന്ന് അറിയുന്നത് ഒരു കോപ്പ ക്ലാസ്സിൽ മൂടിയ രീതിയിൽ ഒരു ചായ കിട്ടുമ്പോഴാണ് നമ്മൾ സിനിമയിൽ വിജയിച്ചതെന്ന് നമ്മുടെ മുന്നേ ഉള്ള ആൾക്കാർ പറഞ്ഞു. എന്തോ ഞാൻ വർക്ക് ചെയ്ത സിനിമകളിലൊന്നും അല്ലെങ്കിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ആയത് തൊണ്ടിമുതലായതുകൊണ്ട് എനിക്ക് അവിടുത്തെ പ്രശ്നം ഉണ്ടായില്ല. ചിലപ്പോൾ പോലീസ് ആയതുകൊണ്ടാവാം. കോപ്പ ക്ലാസ്സിൽ ചായ കിട്ടുമെന്ന് പറയുന്നതാണ് സിനിമയിൽ ഒരു പ്രിവിലേജ് ആയിട്ട്, അല്ലെങ്കിൽ നമ്മൾ സിനിമയിൽ എന്തോ ആയി എന്നൊക്കെ ഒരു വിശ്വാസം ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുള്ളൂ. അപ്പോൾ അതിനെ തന്നെയാണ് നമ്മൾ കണ്ടത്. ഇതിന്റെ ഫസ്റ്റ് ടൈറ്റിൽ കാണുമ്പോൾ തന്നെ ഒരു ഒരു ശരിക്കും അതിന്റെ തുടക്കം തന്നെ ഒരു ട്രാൻസ് മോഡിലൂടെ ഇങ്ങനെ പ്രേക്ഷകനെ ഇങ്ങനെ കൊണ്ടുപോകുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ. ഇതൊരു സ്ലോ പേസിലൂടെ പതിയെ ഒരാളെ ഇങ്ങനെ മയക്കി കൊണ്ടുപോകുന്ന ആ ഒരു ഫേസ് ഉണ്ടല്ലോ. അപ്പൊ പിന്നീടാണ് കഥാപാത്രം എങ്ങനെയാണ് ഒരു ഡിഫറെന്റ് ട്രാവൽ ജേർണിയാണ്. അയാളുടെ കുഴപ്പമാണോ, അയാളുടെ അംബീഷന്റെ ഇതാണോ, എന്തിനാണ് ഇങ്ങനെ ഓടുന്നത്, എല്ലാവരും നെഗറ്റീവ് പറയുമ്പോഴും അതിനെതിരെ അതിന് മുമ്പിലേക്ക് ഇങ്ങനെ ഓടുക എന്ന് പറഞ്ഞാൽ ആ കഥാപാത്രത്തിന്റെ ഒരു ആർക്കുണ്ട്. ഇത് കേട്ട സമയത്ത് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ചെയ്ത കഥാപാത്രങ്ങളിൽ ഈ ആർക്ക് എനിക്ക് ഇതുവരെ ചെയ്തിട്ടില്ല, ഇത് പയറ്റി നോക്കണം വിചാരിച്ചിരുന്ന കഥാപാത്രമാണ്? തീർച്ചയായിട്ടും അത് യാതൊരു സംശയമില്ല. കാരണം ഇതിനു മുമ്പ് ഷാഹിയുമായിട്ട് ഞാൻ ചെയ്തിട്ടുള്ള 2 പോലീസ് കഥാപാത്രങ്ങൾ 2 സിനിമകളും വ്യത്യസ്തമാണ്. അപ്പൊ അതിൽ നിന്ന് എങ്ങനെ ഉന്മാദവും ശൈലിയും മാറ്റി നിർത്താം, അല്ലെങ്കിൽ വേറൊരു രീതിയിൽ അവതരിപ്പിക്കുക എന്നുള്ള ശ്രമത്തിന്റെ ഉത്തരമാണ് ഉന്മാദം എന്നുള്ളത്. സാധാരണ ഒരു പോലീസ് കഥയ്ക്ക് പറ്റിയ പേരാണ് ഉന്മാദം എന്നുള്ള സംശയം പലർക്കും ഉണ്ടാവാം. കാരണം നമ്മളൊരു ഓഫീസർ ഓൺ ഡ്യൂട്ടി അല്ലെങ്കിൽ നായാട്ടം എന്ന് പറയുമ്പോൾ അത് കുറച്ചും കൂടെ ഒരു എൻഗേജിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ആക്ഷൻ ഓറിയന്റഡ് ഫീല് വരുന്ന ഒരു പേരാണ്. പക്ഷെ ഉന്മാദം ആ കാര്യത്തിൽ കുറച്ച് വേറിട്ട് നിൽക്കുന്ന ഒരു ടൈറ്റിലുമാണ്, സിനിമയുമാണ്. അതിൽ കഥാപാത്രങ്ങൾ അങ്ങനെ തന്നെയാണ്, അല്ലെങ്കിൽ ഷെല്ലിയുടെ കഥാപാത്രം അങ്ങനെ തന്നെയാണ്. ഷാഹിയുടെ തന്നെ യഥാർത്ഥ ജീവിതത്തിലുള്ള കുറേ ഇൻസിഡൻസ്, പുള്ളിക്ക് അനുഭവമുള്ള പരിചയമുള്ള ആൾക്കാർ, പരിചയമുള്ള പരിസരങ്ങൾ, ഇതെല്ലാം നമ്മൾ കുറച്ചുകൂടെ സിനിമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു ചെറിയൊരു സൂപ്പർ നാച്ചുറൽ എലമെന്റ് അതിൽ വന്നിട്ടുണ്ട്. പിന്നെ ഷെല്ലിയുടെ യാത്രകൾ, ഈ പറയുന്ന പോലെ പുള്ളിയുടെ വിചാരങ്ങൾ അല്ലെങ്കിൽ ചിന്തകൾ, മുമ്പോട്ടുള്ള യാത്രകൾ, ഇപ്പം പുള്ളിയുടെ ഒരു തുടക്കത്തിൽ നമ്മൾ കാണിക്കുകയാണെങ്കിൽ പുള്ളിയുടെ കുടുംബജീവിതത്തിൽ കുറച്ചുകൂടെ ഡോമിനേറ്റിംഗ് ആയിട്ട് നിൽക്കുന്ന ഭാര്യയാണ്. അല്ലെങ്കിൽ സഹപ്രവർത്തകരാണെങ്കിൽ പോലും പുള്ളിയെ പല കാര്യങ്ങളിലും പിന്നോട്ട് വലിക്കാറുണ്ട്. ഇപ്പോൾ സിനിമയുടെ കാര്യം പുള്ളി അതിനുവേണ്ടി ശ്രമിക്കുമ്പോൾ അത് വേണ്ടെന്ന് പറയുകയും അത് മാറ്റി നിർത്താൻ പറയുകയൊക്കെ ചെയ്യുകയോ, അല്ലെങ്കിൽ പുള്ളി ഒരു പുതിയ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് ഒരു ഫയലിന്റെ കാര്യം ചോദിക്കുമ്പോൾ അത് തുടരുത് എന്ന് പറയുകയൊക്കെ ചെയ്യുമ്പോഴും പുള്ളിയുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ. അപ്പോൾ അത് വേറൊരു പെർസ്പെക്റ്റീവാണ്. കാരണം എത്ര വലിയ തടസ്സങ്ങളുണ്ടെങ്കിലും തിരിച്ചടികളുണ്ടെങ്കിലും നമ്മൾ നമ്മുടെ ഒരു പാഷന് വേണ്ടി അല്ലെങ്കിൽ ഒരു കാര്യത്തിന് വേണ്ടി ഫോക്കസ്ഡ് ആയിട്ട് മുമ്പോട്ട് പോവുകയാണെങ്കിൽ അത് വിജയിക്കും എന്നത് വേറൊരു രീതിയിൽ നമ്മൾ അവതരിപ്പിക്കുന്ന ഒരു കഥയും കൂടെയാണ് ഇതിൽ ഉന്മാദം അല്ലെങ്കിൽ ഷെല്ലി എന്നുള്ള കഥാപാത്രവും. ഉന്മാദം എന്നുള്ള സിനിമ തിയേറ്ററിൽ വരികയും അതിരികയിൽ നിന്നിട്ട് സ്വീകരിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും, എല്ലാ അഭിപ്രായങ്ങൾക്കും അനുകൂലമായും പ്രതികൂലമായും അല്ലെങ്കിൽ പ്രോത്സാഹനപരമായും സന്തോഷവും ചെറിയ കിഴുകൊക്കെ തന്നിട്ടുള്ള എല്ലാ അഭിപ്രായങ്ങൾക്കും നന്ദിയുണ്ട്, സ്നേഹമുണ്ട്. ഈ പറഞ്ഞ പോലെ ഒരു നല്ല സിനിമ എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ ഉന്മാദം തിയേറ്ററിലേക്ക് കൊണ്ടുവരുന്ന ശ്രമം അത് എല്ലാ അർത്ഥത്തിലും 100% ആത്മാർത്ഥതയോടെ ചെയ്തതിൻ്റെ ഒരു പര്യവസാനമാണ്. അല്ലെങ്കിൽ ആ സിനിമയുടെ പുതിയ ഒരു യാത്രയുടെ തുടക്കമാണ് ഇന്ന് തിയേറ്ററുകളിൽ വന്ന് ഉന്മാദത്തിൻ്റെ യാത്ര തുടങ്ങുമ്പോൾ ഞങ്ങൾക്ക് ലഭിക്കുന്നത്. സോ അതിന് ആദ്യം തന്നെ നന്ദിയും സന്തോഷവും അറിയിക്കുന്നു. ഉന്മാദം ടീമിൻ്റെ പേരിൽ എല്ലാവരോടും വ്യക്തിപരമായിട്ടും ഉന്മാദം ടീമിൻ്റെ പേരിൽ ഉള്ള നന്ദി അറിയിക്കണം. താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ ലവ് ആൻഡ് അക്സെപ്റ്റൻസ്.
കിരൺദാസ് എന്ന പുതിയ സംവിധായകൻ. പക്ഷെ നമുക്കറിയാം ഒരുപാട് നല്ല സിനിമകൾക്ക് എഡിറ്ററായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സംവിധാന സംരംഭം ഷാഹി കബീർ സ്ക്രിപ്റ്റ് ചെയ്യുന്നു. പനോരമ സ്റ്റുഡിയോസിൻ്റെ ആദ്യത്തെ ഫുൾ ഓൺ ഒരു മലയാളം പ്രൊഡക്ഷൻ. അങ്ങനെയുള്ള ഒരുപാട് പ്രത്യേകതകൾ, പിന്നെ ഒരുപാട് ആൾക്കാരുമായിട്ട് പുതുതായിട്ട് ജോയിൻ ചെയ്യാനായിട്ട്, കമ്പൈൻ ചെയ്യാനായിട്ട് സാധിച്ചപ്പോൾ ലിജോ മുളകായിട്ട് ആദ്യമായിട്ടാണ് കൂടെ അഭിനയിക്കുന്നത്, 2 ചോട്ടാസ്. പിന്നെ പനോരമ സ്റ്റുഡിയോസുമായിട്ടുള്ള ആദ്യത്തെ ഒരു വെഞ്ചർ, കിരണുമായിട്ടുള്ള ആദ്യത്തെ അസോസിയേഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ആ രീതിയിലെല്ലാം നോക്കുകയാണെങ്കിൽ ഉന്മാദം എന്ന സിനിമയും അതിലെ ഷെല്ലി എന്നെൻ്റെ കഥാപാത്രവും തന്നതിന്, സ്വീകരിച്ചതിന് ഇവരോടുള്ള സ്നേഹവും നന്ദി അറിയിക്കുന്നു. നിങ്ങളോടെല്ലാവരോടും എൻ്റെ പേരിലും ഷെല്ലിയുടെ പേരിലുമുള്ള സ്നേഹവും സന്തോഷവും അറിയിക്കുകയാണ്.